ക്വീൻസിലെ ഒരു അടിപൊളി 2 സ്റ്റോറി ബിൽഡിംഗിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ വീട്. നല്ല ലക്ഷറി ഫിനിഷിങ്ങിലുള്ള 5 ബെഡ്റൂം ഹൗസ്. നമ്മുടെ നാട്ടിലെ സ്ഥലത്തിൻ്റെ അളവിൽ പറയുമ്പോൾ ഏകദേശം 11.5 സെൻറ്റ് സ്ഥലത്താണ് ഈ ഒരു വീടിരിക്കുന്നത്. നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള നെയ്ബറിങ് ഏരിയ. പുറത്ത് നിന്നാലും അകത്ത് നിന്നാലും ഒരേപോലെ കെയ്ൻസിൻ്റെ ആ ബ്യൂട്ടിഫുൾ മലനിരകൾ കാണാൻ സാധിക്കും. ഒരുപാട് തിരക്കൊന്നുമില്ലാത്ത റോഡായതുകൊണ്ട് കിഡ്സിന് സൈക്കിൾ ചവിട്ടാനൊക്കെ പറ്റും. വണ്ടികളൊന്നും ഇല്ലാത്ത നേരത്ത് ഞാൻ ഉൾഭാഗം കാണിക്കാം. ഇതാണ് മെയിൻ ഡോറ് വരുന്നത്. ടിപ്പിക്കൽ OC ഹോംസിനെല്ലാം ഇതേപോലത്തെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഡോർസാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഈ ഡോറിനൊരു പ്രത്യേകതയുണ്ട്, അതിന് ബ്ലൈൻഡ്സ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അത് ക്ലോസ് ചെയ്തിടാൻ പറ്റും ഫോർ പ്രൈവസി. പിന്നെ മുകളിൽ ഇപ്പോൾ കാണിച്ച വിൻഡോസിൽ നിന്ന് നല്ല നാച്ചുറൽ ലൈറ്റ്സ് ഉള്ളിലേക്ക് വരുന്നതുകൊണ്ട് എപ്പോഴും നമുക്ക് ലൈറ്റ് ഇടണമെന്നൊന്നുമില്ല. ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം. നല്ല സ്പേഷ്യസ് ആണ്. ഈ റൂമിനൊരു പ്രത്യേകതയുണ്ട്, ഇതിന് പുറത്തുനിന്ന് ആക്സസ് ഉണ്ട്. ഇൻ കേസ് ലേറ്റ് നൈറ്റിലൊക്കെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഡയറക്റ്റ് കയറണം എന്നുണ്ടെങ്കിൽ ഈ ഡോറിൽ കൂടെ കയറാമെന്നാണ് നമ്മുടെ ബിൽഡർ നമ്മളോട് പറഞ്ഞു തന്നത്. എന്തായാലും നമുക്ക് ആ ഒരു പ്രാക്ടീസ് ഇല്ല, പക്ഷേ OCസിനൊക്കെ അങ്ങനെ ഒരു പ്രാക്ടീസ് ഉള്ളത് കൊണ്ടായിരിക്കണം അവരങ്ങനെ പറഞ്ഞത്. അപ്പോൾ ആ ഭാഗം വിൻഡോ ആയിട്ടും ഡോറായിട്ടും ഉപയോഗിക്കാം. റൂമിനകത്തൊരു സ്റ്റോറേജ് ഉണ്ട്. അത് പോരാണ്ട് റൂമിലേക്ക് കയറുന്നിടത്ത് വേറൊരു നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്റ്റോറേജും ഉണ്ട്. അതിനോട് ചേർന്ന് തന്നെ കാണുന്നതാണ് ആദ്യത്തെ ടോയ്ലറ്റ്. ഈ ആദ്യത്തെ ടോയ്ലറ്റ് എന്ന് പറയാൻ കാരണമുണ്ട്, കാരണം ഈ വീടിന് ടോട്ടലി 3 ടോയ്ലറ്റുകളുണ്ട് കേട്ടോ. അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ലോണ്ട്രി സ്പേസ് ആണ്. ലോണ്ട്രി സ്പേസിനും പുറത്തേക്കൊരു ആക്സസ് ഉണ്ട്, അതേപോലെ തന്നെ ഒരുപാട് സ്റ്റോറേജ് ഏരിയയും ഉണ്ട്. ഇനിതാ ഈ ഡോറ് തുറന്നിട്ടുണ്ടെങ്കിൽ നേരെ ഗ്യാരേജിലേക്കാണ് പോകുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡബിൾ കാറ് പാർക്ക് ചെയ്യാൻ പാകത്തിനുള്ള ഗ്യാരേജ്. ഗ്യാരേജിൻ്റെ ഫ്ലോറൊക്കെ ഓൾറെഡി എപ്പോക്സി ചെയ്തിട്ടിരിക്കുന്നതാണ്. ഇനി ഈ വരുന്നതാണ് അടുത്ത ബെഡ്റൂം. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമും മുകളിലത്തെ നിലയിൽ 3 ബെഡ്റൂമുമാണ് ഈ വീടിനുള്ളത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂം. ഇതിനും പുറത്തേക്ക് ആക്സസ് ഉണ്ട്. നെക്സ്റ്റ് വരുന്നത് ഒരു സ്മോൾ സ്റ്റോറേജ് സ്പേസ് ആണ്. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് സ്റ്റെയറിൻ്റെ അടിയിലായിട്ടുള്ള ഒരു ചെറിയ സ്പേസ്, ഒരു ചെറിയ സ്റ്റോർ റൂമായിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്നതാണ്. അവിടെയാണ് സോളാറിൻ്റെ മീറ്ററൊക്കെ വെച്ചിരിക്കുന്നത്. അവിടുന്ന് നേരെ മുൻപോട്ട് നടന്നിട്ടുണ്ടെങ്കിൽ ലിവിങ് ഏരിയയും കിച്ചണുമാണ്. ഈ വീടിന് ഗ്യാസിൻ്റെ കുക്ക് ടോപ്പാണ്. സാധാരണ കെയ്ൻസിൽ കൂടുതലും ഇലക്ട്രിക്കിൻ്റെ കുക്ക് ടോപ്പാണ് കാണപ്പെടുന്നത്. കാരണം ഇവിടെ പൈപ്പ് ലൈൻ ത്രൂ ഉള്ള ഗ്യാസിൻ്റെ സപ്ലൈ വളരെ കുറവാണ്. എല്ലാവരും തന്നെ സിലിണ്ടറുകളാണ് ഉപയോഗിക്കുന്നത്. ഈ വീടിനും സിലിണ്ടറാണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ ഇത് ബിൽറ്റ് ഇൻ റെഫ്രിജറേറ്ററാണ്. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. വീടിൻ്റെ തീമിനോട് ചേർന്ന് നിൽക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ അവർ ഫർണിച്ചറും ചെയ്തിരിക്കുന്നത് അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവിടെ ഒരു ചെറിയ സെക്കൻഡ് കിച്ചൺ പോലെയുണ്ട്. എന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് എന്നാണെന്നറിയാമോ, ഇതെല്ലാം നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ അതൊരു ലിവിങ് ഏരിയ ആണ്. പിന്നെ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ the most wanted thing is swimming pool. 1.8 മീറ്റർ ആണ് ഈ ഒരു പൂളിൻ്റെ ഡെപ്ത്. ഓസ്ട്രേലിയയിൽ വീടുള്ളവർക്ക് നന്നായിട്ട് അറിയാം, ആ ലാൻഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കുറച്ച് കഷ്ടപ്പെടും, പുല്ലൊക്കെ വെട്ടി. ഇവിടെ നമുക്ക് ആ ഒരു കഷ്ടപ്പാട് കുറച്ച് കുറവുണ്ട്, കാരണം മുറ്റം മുഴുവൻ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ ഒരു ബാക്ക്യാർഡ് വ്യൂ. പിന്നെ ഈ സൈഡിലൊക്കെ ആയിട്ട് കുറച്ച് പച്ചക്കറിയൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ വഴുതനയും വെണ്ടയും അപ്പുറത്ത് പയറും ഒക്കെ നട്ടു വെച്ചിട്ടുണ്ട്. ഇത് നോക്കി, ഒരു കുഞ്ഞ് വഴുതനങ്ങ ഇവിടെ ഉണ്ടായി കിടക്കുന്നുണ്ടോ. അപ്പോൾ ഇത്രയാണ് ഈ സൈഡിലെ മുറ്റം. ഇനി ഞാൻ അപ്പുറത്തെ സൈഡിലെ മുറ്റം കൂടി കാണിച്ചു തരാമേ. ആ സൈഡിലും ഏകദേശം ഇത്രയും വീതി തന്നെ സൈഡ് മുറ്റമുള്ളൂ. അവിടെ പക്ഷേ പച്ചക്കറിക്കൊക്കെ പകരം കുറച്ച് ചെടികളൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. ഇതാണ് ബാർബിക്യൂ ഏരിയ. പിന്നെ ആ സൈഡിലൊരു പൈപ്പ് പോലെ കാണുന്നുണ്ടോ, അവിടെയാണ് ഗ്യാസ് സിലിണ്ടർ ഫിറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലെ റൂമുകൾ കാണാം. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. നല്ല സ്പേഷ്യസ് ആയിട്ടൊരു 2 കിങ് സൈസ് ബെഡ് ഇടാൻ പാകത്തിനുള്ളൊരു റൂം. ഇതാണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആൻഡ് ബാത്റൂം. ഇതാണ് മുകളിലത്തെ നിലയിലെ 2ാമത്തെ ബെഡ്റൂം. ബെഡ്റൂമുകളെല്ലാം തന്നെ വെൽ എയർ കണ്ടീഷൻഡ് ആണ്. അതേപോലെ തന്നെ നല്ല പോലെ നാച്ചുറൽ ലൈറ്റ് കിട്ടുന്നവയാണ്. പിന്നെ ഏത് വിൻഡോയിൽ കൂടെ പുറത്തേക്ക് നോക്കിയാലും പുറത്തെ കാഴ്ചകളെല്ലാം നല്ല വൈഡായിട്ട് കാണാൻ പറ്റും.
ആൻഡ് ദെൻ മുകളിലത്തെ നിലയിലെ 3ാമത്തെ ബെഡ്റൂമാണിത്. പുറത്തിറങ്ങി നിൽക്കാനും ഒന്ന് കാറ്റുകൊള്ളാനും ഒക്കെ പറ്റിയ ഒരു ചെറിയ ബാൽക്കണി കൂടിയുണ്ട് ഈ ഒരു റൂമിന്. നല്ല സ്മോൾ ആൻഡ് കംഫി ആയിട്ടുള്ള ഒരു ബെഡ്റൂം. ഈ വീട്ടിലെ ഏത് ബെഡ്റൂം വേണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തിരഞ്ഞെടുക്കാൻ ഏറ്റവും സാധ്യതയുള്ളതും ഈ ഒരു ബെഡ്റൂമാണ്. ആൻഡ് ദെൻ നമ്മുടെ 3ാമത്തെ ടോയ്ലറ്റ്. സാധാരണ വീടുകളിൽ ഒരു ടോയ്ലറ്റും വാഷ്റൂമും ചെറുതും ഒരു ടോയ്ലറ്റും വാഷ്റൂമും വലുതുമായിട്ടാണ് പണിയാറ്. പക്ഷെ ഇവിടെ 3 എണ്ണവും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ടോയ്ലറ്റും ബാത്റൂമുകളുമായിരുന്നു. അങ്ങനെ റൂമുകളെല്ലാം കവർ ചെയ്ത് കഴിഞ്ഞ് നാരോ വുഡൻ സ്റ്റെയർ കേസ് ഇറങ്ങി നമ്മൾ വീണ്ടും താഴത്തെ നിലയിലേക്ക് എത്തി. അവിടെ എന്നെ ആകർഷിച്ച ഒരു സാധനം കൂടിയുണ്ട്. നിങ്ങളെ എല്ലാവരെയും കാണിച്ചു തരണമെന്ന് ഞാൻ ആദ്യമേ വിചാരിച്ച ഒരു സാധനം. A beautifully framed wooden world map. നല്ല എലഗന്റ് ആൻഡ് സൊഫിസ്റ്റിക്കേറ്റഡ് ലുക്ക്. അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.